ഭ്രാന്ത് പിടിച്ചോ നെതന്യാഹുവിന്? യുദ്ധഭ്രാന്ത് അയാളുടെ തലയ്ക്ക് കയറിയിരിക്കുന്നു. ഖത്തറിലേക്ക് വമ്പൻ പടപ്പുറപ്പാട് നടത്തുന്നു ഇസ്രായേൽ. ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ വധിക്കുകയാണ് ലക്ഷ്യമത്രേ. ഹമാസ് നേതാക്കൾ ഖത്തറിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷവും എന്തിനാണ് ഈ പടപ്പുറപ്പാട് എന്നത് വ്യക്തം. ആരുടെയെങ്കിലും നേർക്ക് കുതിര ചാടണ്ടേ? അതിനു വേണ്ടി ഖത്തറിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് അപകടകരമായ തീരുമാനമാണെന്ന് വ്യക്തം. ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം ഇനിയുണ്ടായാൽ പ്രതിരോധിക്കാൻ അറബ് സൈന്യം തയ്യാറെടുക്കുന്നു. അറബ് സൈന്യം രണ്ടും കൽപ്പിച്ചുള്ള പ്രതിരോധത്തിന് ഇറങ്ങും. മാത്രമല്ല, ഇറാൻ സർവ്വവിധ പിന്തുണയും ഖത്തറിന് നൽകി കഴിഞ്ഞു. അവർക്ക് ആയുധങ്ങൾ കൊടുക്കാനും അവരെ സൈനികമായി അഭ്യസിപ്പിക്കാനും ഒക്കെ ഇറാൻ തയ്യാറാണ്. ഹമാസ് നേതാക്കൾ എന്തിനാണ് ഖത്തറിൽ പോയത് എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. സമാധാന ചർച്ചയ്ക്കാണ് അവർ പോയത്, അല്ലാതെ വിരുന്നിനല്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഖത്തറും ഈജിപ്തും കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ഖത്തറിലേക്ക് കൂടി സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച രാജ്യത്തിൽ കൂടി ആക്രമണം നടത്തിക്കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചിരിക്കുന്നു. അമേരിക്കയാകട്ടെ രണ്ടും കെട്ട അവസ്ഥയിലാണ്. തങ്ങളുടെ സൈനിക താവളം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഖത്തറിനെ സംരക്ഷിക്കാനെന്ന പേരിലാണ്. പക്ഷേ ആ സൈനിക താവളം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ഖത്തറിന്. തങ്ങളുടെ നാട്ടിലേക്ക് ആക്രമണം നടത്തിയതിൽ തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടത് ഖത്തർ വളരെ ഗൗരവപൂർവ്വം കാണുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഖത്തറിനെ ആക്രമിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഖത്തറിലേക്ക് വൻ പടപ്പുറപ്പാട് നടത്തുകയും ചെയ്യുന്നു ഇസ്രായേൽ. ഇത്രയും വ്യോമപാത കടന്ന് ഖത്തറിനെ ആക്രമിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ദുർബലമായിപ്പോയി. പെട്ടെന്നായിരുന്നു ആക്രമണം. ഒരു അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ തകർന്നു. പക്ഷേ ഹമാസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ ഈ ആക്രമണത്തിൻ്റെ വിവരം ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അവർ കൃത്യസമയത്ത് മുങ്ങി. ആക്രമണത്തിൽ ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളിൽ ചിലർ കൊല്ലപ്പെട്ടു. അല്ലാതെ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ല. ഹമാസ് നേതാക്കൾ ഏത് രാജ്യത്തുണ്ടോ ആ രാജ്യത്ത് കയറി ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഖത്തറിൽ കയറി ആക്രമണം നടത്തുന്നതിൻ്റെ കാരണവും ഇതാണ്. ഹമാസ് നേതാക്കൾ എവിടെയുണ്ടോ അവിടെ കയറി ആക്രമണം നടത്തുക. ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ രീതി. ഈ രീതിയെ ഒരു തരത്തിൽ കാടൻ രീതിയായി കണക്കാക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിവരമറിയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. അവരാൽ കഴിയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കും. മാത്രമല്ല, അവർ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്താനും റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്താനും ഒക്കെ തീരുമാനിച്ചു. അറബ് രാഷ്ട്രങ്ങളിലുടനീളം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് പകരം റഷ്യൻ സൈനിക താവളങ്ങൾ വന്നാൽ അത് അമേരിക്കയ്ക്ക് തേച്ചാലും മാച്ചാലും തീരാത്ത കളങ്കമായി മാറും. അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായി മാറും. അതുണ്ടാകാതിരിക്കാൻ അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ തടയാൻ അമേരിക്കയ്ക്ക് ആവുന്നില്ല. കാരണം ശർക്കരയും ഈച്ചയും പോലെയാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്ക വളർത്തിവിട്ട ചെന്നായ കുട്ടിയാണ് ഇസ്രായേൽ. അമേരിക്ക വളർത്തിവിട്ട ചെന്നായ കുട്ടി അതാണ് കൃത്യമായി ഇസ്രായേലിനെ യോജിക്കുന്നത്. ആ ചെന്നായ ആരെ കടിച്ചാലും അമേരിക്ക കൈയടിക്കും. പക്ഷെ ഇത്തവണ ട്രംപിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഖത്തർ ജനത മുഴുവൻ എതിരായിരിക്കുന്നു അമേരിക്കയ്ക്കെതിരായിരിക്കുന്നു ഖത്തർ ജനത. മാത്രമല്ല, അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുന്നു ഖത്തർ അമീർ. അറബ് ഉച്ചകോടി കഴിഞ്ഞാൽ സായുധപരമായി ഖത്തറിനെ സംരക്ഷിക്കുന്ന ദൗത്യം സൗദി അറേബ്യയും UAEയും ഏറ്റെടുക്കും. മാത്രമല്ല, റഷ്യയുടെ സഹായം അവർ തേടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് അവിടെ സൈനിക താവളം തുടരാൻ കഴിയുകയില്ല. എന്തായാലും ഖത്തറും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി മാറും എന്നത് ഉറപ്പാണ്. അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഖത്തറിനോടൊപ്പം നിൽക്കുമ്പോൾ
ഇസ്രായേലിന് അമേരിക്കയുടെ സാന്നിധ്യം വേണം, അമേരിക്കയുടെ പിന്തുണ വേണം. പക്ഷേ അമേരിക്ക എത്രമാത്രം പിന്തുണയ്ക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനാവശ്യമായ ഒരു ആക്രമണമായി പോയെന്നൊക്കെയാണ് ട്രംപ് പ്രതികരിച്ചത്. ഖത്തറിൽ തീവ്രവാദികളുണ്ടെന്ന മട്ടിലാണ് ഖത്തറിനെ ആക്രമിച്ചത്. ഹമാസ് നേതാക്കൾ ലോകം എമ്പാടുമുണ്ട്. അവിടെയൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൻ തുടങ്ങിയാൽ ലോകത്തെല്ലായിടത്തും ആക്രമണം നടത്താനേ ഇസ്രായേലിന് കഴിയും. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് ഖത്തർ ഇസ്രായേലിന് നൽകാൻ ഒരുങ്ങുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള മാർഗം തേടുകയാണ് ഖത്തർ.